എറിട്രിയയുടെ തലസ്ഥാനമായ അസ്മാറയിൽ മനോഹരമായ ഒരു ജുമാ മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. അൽ ഖുലഫാഉൽ റാഷിദീൻ മസ്ജിദ് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. എറിട്രിയയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണെങ്കിലും ഗവൺമെൻറ് കണക്കുകളിൽ കൃത്യമായ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നില്ല. എറിട്രിയയിലെ ഗവൺമെൻറ് ജാതിയും മതവും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. വളരെ ഫോർവേഡായ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളാണ് എറിട്രിയയിൽ താമസിക്കുന്നത്. അതുകൊണ്ട് എറിട്രിയക്കാരെ മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും വേർതിരിക്കുവാൻ പ്രയാസമുണ്ട്. എങ്കിലും എറിട്രിയയിലെ ക്രിസ്ത്യാനികൾ കൂടുതലും നിരീശ്വരവാദികളായതുകൊണ്ടും മുസ്ലിങ്ങളിൽ നിരീശ്വരവാദികൾ താരതമ്യേന കുറവായതുകൊണ്ടും എറിട്രിയയിലെ ഏറ്റവും വലിയ മതവിഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് പരസ്യമായി സമ്മതിക്കുന്നത് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടും എറിട്രിയയിൽ ക്രിസ്ത്യാനികൾക്ക് മേധാവിത്വമുള്ളതുകൊണ്ടും ഗവൺമെൻറ് ഇത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. എറിട്രിയയിൽ ആദ്യമായി മുസ്ലിങ്ങൾ എത്തിയത് 7-ാം നൂറ്റാണ്ടിലാണ്. 11-ാം നൂറ്റാണ്ടിൽ എറിട്രിയയിൽ ഒരു മുസ്ലിം രാജവംശം ഉണ്ടായിരുന്നു. അറിയപ്പെടുന്ന മുസ്ലിം വിരോധിയായിരുന്ന എത്യോപ്യൻ ചക്രവർത്തി എംപറർ യോഹന്നാസ് 4-ാമൻ മുസ്ലിങ്ങളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയും അവർ കുന്നുകളിൽ അഭയം തേടുകയും ചെയ്തു. ഈ പ്രദേശമാണ് പിന്നീട് എറിട്രിയ എന്ന പേരിൽ ഒരു രാജ്യമായി മാറിയത്. എറിട്രിയയുടെ തലസ്ഥാനമായ അസ്മാറ നഗരം മനോഹരമായ ഒരു മൗണ്ടൻ സിറ്റിയാണ്. അസ്മാറ നഗരത്തിലെത്തുമ്പോൾ ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ എത്തിയ പോലെയുള്ള ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുക. അത്രയ്ക്ക് സുന്ദരമാണ് അസ്മാറ നഗരത്തിലെ തെരുവുകളും കെട്ടിടങ്ങളും ആളുകളുടെ പെരുമാറ്റവും. ആധുനിക രീതിയിൽ വസ്ത്രം ധരിച്ച എറിട്രിയക്കാർ അസ്മാറ നഗരത്തിൽ ഭവ്യമായി വിദേശികളോട് പെരുമാറുന്നു. ആടിയും പാടിയും ആനന്ദം ആഘോഷിച്ചും അസ്മാറയുടെ തെരുവുകളിൽ അവർ ജീവിതം അർത്ഥപൂർണമാക്കി മാറ്റുന്നു. 23 വർഷം മുമ്പ് ഞാൻ എറിട്രിയയിൽ പോയപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഒരു എമിഗ്രേഷൻ ഓഫീസർ എനിക്ക് ഒരു മുന്നറിയിപ്പ് തരികയുണ്ടായി. ധാരാളം അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു ഏകാധിപത്യ രാജ്യത്തിലേക്കാണ് താങ്കൾ യാത്ര ചെയ്യുന്നത് എന്ന് അദ്ദേഹം എനിക്ക് മുന്നറിയിപ്പ് തന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് അവിടെ എംബസി ഇല്ല എന്നും അബദ്ധവശാൽ പാസ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ വമ്പിച്ച പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് എറിട്രിയയിൽ താമസിക്കുന്ന കാലഘട്ടം മുഴുവൻ ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് പാസ്പോർട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയും അദ്ദേഹം അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഭയപ്പെടുകയും ചെയ്തു. പാസ്പോർട്ടില്ലാത്ത വിദേശികളെ എറിട്രിയയിൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നാണ് നിയമം. പിന്നീട് അദ്ദേഹം നാട്ടിൽ ബന്ധുക്കളെ ടെലിഫോൺ ചെയ്യുകയും അവർ ന്യൂഡൽഹിയിൽ വിദേശകാര്യ വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. എറിട്രിയയുടെ അയൽരാജ്യമായ സുഡാനിലെ ഇന്ത്യൻ അംബാസിഡറെ ന്യൂഡൽഹിയിലുള്ള വിദേശകാര്യ വകുപ്പ് വിവരങ്ങൾ അറിയിക്കുകയും അദ്ദേഹം അടുത്ത വിമാനത്തിൽ എറിട്രിയയുടെ തലസ്ഥാനമായ അസ്മാറയിൽ വന്ന് അസ്മാറ ഇന്റർകോണ്ടിനൽ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തു. എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ ഹോട്ടലിൽ പോയി കാണുകയും സൂട്ട് കേസിലുണ്ടായ ഒരു പുതിയ പാസ്പോർട്ട് പൂരിപ്പിച്ച് റബ്ബർ സ്റ്റാമ്പ് ചെയ്ത് ഉടൻ തന്നെ നൽകുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് കാര്യക്ഷമമായി ഇടപെട്ടതുകൊണ്ട് എൻ്റെ സുഹൃത്തിന് എറിട്രിയയിൽ നിന്ന് പ്രയാസമില്ലാതെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുവാൻ പറ്റി. എറിട്രിയയിലെ കാലാവസ്ഥ സുഖകരമായ തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. അസ്മാറ ധനികമായ ഒരു പട്ടണമാണ്. ധാരാളം മികച്ച റെസ്റ്റോറൻറ്റുകളും ലക്ഷറി കഫേകളും അസ്മാറ നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു. യൂറോപ്പിൽ 5000 രൂപ ചെലവാകുന്ന മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റ് അനുഭവം അസ്മാറ നഗരത്തിൽ 500 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. ആൽബർഗോ ഇറ്റാലിയോ എന്ന റെസ്റ്റോറൻറ്റ് ഒറിജിനൽ ഇറ്റാലിയൻ ഫുഡാണ് കൊടുക്കുന്നത്. അസ്മാറയിലെ ജനങ്ങൾക്ക് ഇറ്റാലിയൻ ഫുഡിനോട് പ്രത്യേക കമ്പമുള്ളതുകൊണ്ട് ഇവിടെ എപ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെയും ബിസിനസ്സുകാരുടെയും തിരക്കാണ്. അതുപോലെ പോസ്റ്റ് ഓഫീസിന് എതിർവശത്ത് ആൽബ ബിസ്ട്രോ ചിലവ് ചുരുങ്ങിയ ഭക്ഷണം മികച്ച സ്റ്റൈലിൽ കൊടുക്കുന്നു. രാത്രിയും പകലും സ്ത്രീകൾക്ക് പോലും യാത്ര ചെയ്യാവുന്ന മനോഹരമായൊരു നഗരമാണ് അസ്മാറ. ഏകാധിപത്യ രാജ്യമായതുകൊണ്ടും പോലീസും പട്ടാളവും എപ്പോഴും വളരെ സജീവമായതുകൊണ്ടും യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും അസ്മാറ നഗരത്തിലോ എറിട്രിയയുടെ മറ്റു ഭാഗങ്ങളിലോ ഇല്ല. എറിട്രിയക്കാർക്ക് സ്വന്തമായ ഒരു കോഫി സെറമണിയുണ്ട്. അതിഥികളുടെ മുമ്പിൽ വെച്ച് കാപ്പിക്കുരു പൊടിക്കുകയും മികച്ച കോഫി കൺമുമ്പിൽ വെച്ച് ഉണ്ടാക്കി സൽക്കരിക്കുകയും ചെയ്യുക എറിട്രിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എറിട്രിയയുടെ തലസ്ഥാനമായ അസ്മാറയിൽ നാട്ടുകാരൊക്കെ കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും ഇട്ടാണ് നടക്കുന്നത്. പെൺകുട്ടികളൊക്കെ അമേരിക്കൻ ശൈലിയിൽ ഫാഷനബിളായി വസ്ത്രം ധരിക്കുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും ഫാഷനബിളായ ആളുകൾ താമസിക്കുന്നത് എറിട്രിയയിലാണ്. സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടുന്ന എറിട്രിയയിലെ ക്രിസ്ത്യാനികൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങളോട് കിടപിടിക്കുന്ന ജീവിതശൈലി ഉള്ളവരാണ്. എറിട്രിയയിൽ ഏറ്റവും പ്രചാരമുള്ള ഭക്ഷണം ഇഞ്ചീരയാണ്. ടഫ് എന്ന ധാന്യം കൊണ്ടുണ്ടാക്കുന്ന ഒരു വലിയ ദോശയാണ് ഇഞ്ചീര. ഉപ്പിടാറില്ല.
30 രൂപ കൊടുത്താൽ ഒരു പ്ലേറ്റ് ഇഞ്ചീര കിട്ടും. അതിന്റെ കൂടെ സിഗ്നി എന്ന പേരിൽ അറിയപ്പെടുന്ന കാശ്മീരി മുളക് പൊടിയിട്ട ചുവന്ന ആട്ടിറച്ചിക്കറിയോ അല്ലെങ്കിൽ കുലുവ എന്ന പേരിൽ അറിയപ്പെടുന്ന മട്ടൺ ഫ്രൈയോ ഓർഡർ ചെയ്യാവുന്നതാണ്. പണ്ട് എത്യോപ്യയുടെ ഒരു സംസ്ഥാനമായിരുന്ന എറിട്രിയ 30 വർഷം നീണ്ട ഒരു സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ഒരു പ്രത്യേക രാജ്യമായി മാറിയത്. നഖ്ഫ എന്ന ഗ്രാമത്തിലാണ് പോരാളികൾ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത്. അതുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ പേരിലാണ് എറിട്രിയയുടെ കറൻസി ഉണ്ടാക്കിയത്. ഒരു എറിട്രിയൻ നഖ്ഫ കൊടുത്താൽ 5 ഇന്ത്യൻ രൂപ കിട്ടും. ഇപ്പോഴും എറിട്രിയയിൽ വരുന്ന ടൂറിസ്റ്റുകൾ നഖ്ഫ ഗ്രാമം സന്ദർശിക്കുന്നു. ഞാൻ നഖ്ഫ ഗ്രാമത്തിൽ പോയപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജുമാ മസ്ജിദ് അവിടെ കാണുവാൻ പറ്റി. ഇപ്പോഴും നഖ്ഫ ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ തലയെടുപ്പോടെ ഈ പഴയ ജമാഅത്ത് പള്ളി ഒരു ശ്രദ്ധാകേന്ദ്രമായി നിലകൊള്ളുന്നു. നഖ്ഫ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ അഫാബത്ത് ഗ്രാമത്തിൽ ഒരു ദിവസം താമസിക്കുകയും പിറ്റേ ദിവസം രാവിലെ ബസ് ലഭിക്കുവാൻ ശ്രമിക്കുകയും വേണം. പലപ്പോഴും ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ നഖ്ഫയിലേക്ക് ബസ് സർവീസ് ഉണ്ടാകാറുള്ളൂ. വളഞ്ഞു പുളഞ്ഞ ഒരു മലമ്പാതയിലൂടെ ചുരം കയറിയാണ് അഫാബത്ത് പട്ടണത്തിൽ നിന്നും നഖ്ഫയിലേക്ക് ബസ്സുകൾ യാത്ര ചെയ്യുന്നത്. വളരെ വിദൂരമായ ഒരു ഗ്രാമമാണെങ്കിലും ഇവിടെ ഒരു ഹൈസ്കൂളും എഞ്ചിനീയറിംഗ് കോളേജും അനേകം ഗവൺമെൻറ് സ്ഥാപനങ്ങളുമുണ്ട്. നഖ്ഫ ഗ്രാമത്തിൽ പലപ്പോഴും ഗോതമ്പും കാബേജും അത്യാവശ്യം മുളകുപൊടിയുമല്ലാതെ മറ്റു വസ്തുക്കൾ കിട്ടുവാൻ പ്രയാസമുണ്ട്. മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് കൊക്കക്കോളയുടെ ലോറി നഖ്ഫ ഗ്രാമത്തിൽ വരുന്നത്. അപ്പോൾ ഗ്രാമീണർ എല്ലാവരും കൂടി ലോറി വളയുകയും മുഴുവൻ കൊക്കക്കോളയും കുടിച്ചു തീർക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നഖ്ഫയിലെ ഷോപ്പുകളിൽ കൊക്കക്കോള കസ്റ്റമേഴ്സിന് കൊടുക്കുവാൻ പറ്റാത്തത്. അസ്മാറ റോഡിൽ 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ മനോഹരമായ ഹോട്ടൽ നഖ്ഫ അപ്പോളോ കാണാം. സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ഒരു നഖ്ഫക്കാരൻ വലിയൊരു ടൂറിസ്റ്റ് ഹോം അസ്മാറയിൽ ഉണ്ടാക്കുന്നതിന് പകരം തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഉണ്ടാക്കി. നഖ്ഫ ഗ്രാമം സന്ദർശിക്കുന്ന വിദേശികൾക്ക് ഈ ഹോട്ടൽ വലിയൊരു അനുഗ്രഹമാണ്. ഇവിടെ റെസ്റ്റോറൻ്റ് ഇല്ലെങ്കിലും അവർ കസ്റ്റമേഴ്സിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എറിട്രിയയുടെ കിഴക്ക് ഭാഗം ചെങ്കടലാണ്. സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അധ്യാപകർ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരുടെ ശമ്പളം ഐക്യരാഷ്ട്രസഭ കൊടുക്കുന്നത് കൊണ്ട് പലരും ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. എറിട്രിയക്കാർക്ക് യൂറോപ്പിലും അമേരിക്കയിലും ജോലി കിട്ടാൻ എളുപ്പമാണ്. കഠിനാധ്വാനികളും സത്യസന്ധരുമായ എറിട്രിയക്കാർ പെട്ടെന്ന് തൊഴിൽ സാഹചര്യങ്ങളുമായി ഇണങ്ങുകയും ഉയർന്ന കൂറും വിശ്വസ്തതയും വെച്ച് പുലർത്തുകയും ചെയ്യും. അതുകൊണ്ട് എറിട്രിയക്കാരെ ജോലിക്കെടുക്കുവാൻ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും മുതലാളിമാർക്ക് വലിയ താല്പര്യമാണ്. എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറുകയും കോഫി ഷോപ്പുകളിലും മദ്യക്കടകളിലും സജീവമായ സാന്നിധ്യം കാഴ്ചവെക്കുകയും ചെയ്യുന്ന എറിട്രിയക്കാരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇറ്റാലിയൻ എംബസിയുടെ അടുത്ത് ആഫ്രിക്ക പെൻഷൻ മികച്ച ഒരു ലോഡ്ജാണ്. അതുപോലെ സൺഷൈൻ ഹോട്ടലിൽ മികച്ച ഒരു റൂഫ് ഗാർഡൻ റെസ്റ്റോറൻറ്റുമുണ്ട്. ഇന്ത്യൻ ഭക്ഷണം ഇവിടെ ലഭിക്കും. സിനിമ റോമയുടെ പുറകുവശത്ത് ക്രിസ്റ്റൽ ഹോട്ടൽ അറിയപ്പെടുന്ന മറ്റൊരു ലോഡ്ജാണ്.